ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. നാളെ ആഖിറത്തിൽ ഹൗലിന്റെ സമീപത്തുനിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാരൊക്കെയാണ്? കുല്ലുമൻ അഹദസ ഫിദ്ദീൻ, ദീനിൽ പലതും പുതുതാക്കിയ ആളുകൾ, ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗലി, ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. നബിയെ തങ്ങളെ കാലശേഷം, തങ്ങളെ വഫാത്തിന് ശേഷം പലരും പലതും ഇവർ ദീനിൽ പുതുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളത് അറിയൂലല്ലോ. നിങ്ങളെ ദീനിൽ പലതും അവർ പുതുതാക്കി ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണോ? എങ്കിൽ തങ്ങൾ പറയുന്നു സുഹ്ഖൻ സുഹ്ഖാ, എന്നാ ദൂരത്തേക്ക് കൊണ്ടുപോകൂ, ദൂരത്തേക്ക് കൊണ്ടുപോകൂ, അടുത്തേക്ക് അടുപ്പിക്കണ്ട. നിങ്ങളത് മാറ്റം വരുത്തിയല്ലേ സുഹ്ഖൻ സുഹ്ഖാ എന്ന ആക്ഷേപത്തിന്റെ വാക്ക് നമ്മൾക്ക് കേൾക്കേണ്ടി വരരുത്. കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്.